പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ തർക്കങ്ങളും അബിൻ വർക്കിക്കെതിരെ ഉയർന്നിട്ടുള്ള പ്രതിഷേധങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ മുന്നണിയിൽ സജീവമാകുന്നതിന്റെ ഇടയിലാണ് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം തെരുവിലേക്ക് പടരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബിൻ വർക്കി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന വാർത്തകൾ സജീവമായതിന്റെ പിന്നാലെയാണ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള കടുത്ത ഭാഷയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. പത്തനംതിട്ടയ്ക്ക് അബിൻ വർക്കിയെ വേണ്ട എന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ഈ പോസ്റ്ററുകൾ മുന്നോട്ട് വെക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പത്തനംതിട്ട നഗരത്തിലും മണ്ഡലത്തിലും വിവിധ ഇടങ്ങളിലും പ്രതിഷേധം ആളിപ്പടരുന്നത്. DCC ഓഫീസ്, പ്രസ് ക്ലബ്ബ് പരിസരം എന്നിവിടങ്ങളിലെല്ലാം അബിൻ വർക്കിയെ തള്ളിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായി പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനായി വിയർപ്പൊഴുക്കിയ നിരവധി രാഷ്ട്രീയ കേസുകളിൽ പ്രതികളാവുകയും ശാരീരികമായും സാമ്പത്തികമായും ഒട്ടനവധി കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യുന്ന പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരെ ഒക്കെ അവഗണിച്ചുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരാളെ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് പ്രവർത്തകരെ ആകെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയവികാരത്തെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 5 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള പത്തനംതിട്ടയിൽ ഇവിടത്തെ മണ്ണിനെ അറിയുന്ന, ഇവിടത്തെ ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 5 MLA-മാരെ നിയമസഭയിൽ വിടണം, പക്ഷേ അത് ഞങ്ങളെ അറിയുന്ന ഞങ്ങളിൽ നിന്ന് ഒരുത്തരായിരിക്കണം എന്ന വൈകാരികമായിട്ടുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. നാളെ ഇതുവരെയും സംഘടനാ പ്രവർത്തനം നടത്തി കേസിനുമേൽ കേസിനും പട്ടിണിയുമായി കഴിയുന്ന പ്രാപ്തരായ കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിലുണ്ട്. എന്നാൽ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനത്തിന്റെ പേരിൽ പത്തനംതിട്ടയിൽ ഒരു കേസ് പോലും അദ്ദേഹത്തിനെതിരെ ഇല്ല എന്നതാണ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പോരായ്മ. സമരരംഗത്ത് സജീവമായി നിൽക്കുന്ന പ്രാദേശിക പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ മറികടന്ന് ഇറക്കുമതി സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നത് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് പോസ്റ്ററുകളിൽ വിമർശനം ഉയരുന്നുണ്ട്. അബിൻ വർക്കി ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം മണ്ഡലത്തിൽ അലയടിക്കുന്നത്. ഇത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രാദേശികവാദം ഇത്രത്തോളം ശക്തമായി ഉയരുന്നത് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒന്നാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കും അപ്പുറം താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുക്കണമെന്ന മുന്നറിയിപ്പാണ് ഈ പോസ്റ്റർ യുദ്ധം നൽകുന്നത്. ആറന്മുള മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എങ്കിലും അത് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ഒരാളാകുമ്പോൾ ഉണ്ടാകുന്ന ജനാധിപത്യപരമായിട്ടുള്ള വിയോജിപ്പുകൾ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ KPCC നേതൃത്വവും ജില്ലാ നേതൃത്വവും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആറന്മുളയിലെ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക്. അണികളുടെ വിശ്വാസം ആർജിക്കാതെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയമായി വലിയ നഷ്ടമുണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് നേതൃത്വത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. സ്വന്തം പാളയത്തിലെ പടയൊരുക്കം തണുപ്പിക്കാതെ പുറത്തു നിന്നുള്ള രാഷ്ട്രീയ ശത്രുവിനെ നേരിടുക എന്നത് കോൺഗ്രസിന് ആറന്മുളയിൽ എളുപ്പമാകില്ല. കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിലും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത പക്ഷം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന ഭീഷണിയും ചില കോൺഗ്രസ് അനുകൂലികൾ ഗ്രൂപ്പുകളിൽ ഉയർത്തുന്നുണ്ട്. അബിൻ വർക്കി ഒരു മികച്ച സംഘാടകനാണെങ്കിലും പത്തനംതിട്ടയുടെ ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ആറന്മുളയെ പ്രതിനിധീകരിക്കേണ്ടതെന്ന വാദത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുമുണ്ട്. ഇത് കേവലം അബിൻ വർക്കി എന്ന വ്യക്തിയോടുള്ള എതിർപ്പല്ല, മറിച്ച് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്ന ശൈലിയോടുള്ള പ്രതിഷേധമാണെന്നും വിലയിരുത്തപ്പെടുകയാണ്. വരും ദിവസങ്ങളിലും ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഈ വിഷയത്തിൽ പരസ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ അത് ആറന്മുളയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അടിമുടി മാറ്റാനുള്ള ഒരു കാരണമാക്കും.